Hi all, this is Shoni from Cato Learning. Cato Learning related ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഫിനാൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് യൂണിയൻ ബഡ്ജറ്റ് എന്നുള്ളത്. അപ്പൊ ഈ യൂണിയൻ ബഡ്ജറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ വർഷത്തെയും കറന്റ് ബഡ്ജറ്റിലെ മേജർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കറന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകൾ എന്താണെന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ 3-4 വീഡിയോസ് ആയിട്ടായിരിക്കും ഈ ഒരു ഏരിയ കവർ ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ വീഡിയോയില് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഒരു യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രിലിമിനറി ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. മറ്റ് വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റവന്യൂ അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു യൂണിയൻ ബഡ്ജറ്റ്, അതായത് ഒരു യൂണിയൻ ബഡ്ജറ്റിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും TVയിലും അതുപോലെ തന്നെ വളരെ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒന്നാണ് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബഡ്ജറ്റുകൾക്കും. അപ്പൊ ഈ യൂണിയൻ ബഡ്ജറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ആദ്യം കണ്ടിട്ടിരിക്കുക. അപ്പം യൂണിയൻ ബഡ്ജറ്റ് ആയാലും സ്റ്റേറ്റ് ബഡ്ജറ്റ് ആയാലും അവിടെ ബേസിക്കലി എന്താണ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഒരു ഗവൺമെന്റിന്റെ എക്സ്പെക്റ്റഡ് റെസീപ്റ്റ്സിനെയും അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചറിന്റെയും ഒരു ഫൈനാൻഷ്യൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബഡ്ജറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദ ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി എസ്റ്റിമേറ്റഡ് റെസീപ്റ്റ്സ് ആൻഡ് പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഫോർ ആൻ അപ്കമിങ് ഫൈനാൻഷ്യൽ ഇയർ. അപ്പം ഓരോ ബഡ്ജറ്റും നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് അതൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്കാണ് അവതരിപ്പിക്കുക. നമ്മൾ യൂഷ്വലി നമ്മൾ പറയുന്ന ഇയർലി ബേസിസ് അല്ല, ഫൈനാൻഷ്യൽ ഇയറിന്റെ ഡേറ്റുകൾ നമ്മൾ എന്താണ് ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഒരു നോർമൽ ഇയർസിന്റെ ഇതല്ല നമ്മൾ ഫൈനാൻഷ്യൽ ഇയറിൽ പരിഗണിക്കുക. ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April മുതൽ 31st March വരെയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്താണ് ഈ ഫൈനാൻഷ്യൽ ഇയർ എന്നുള്ളത്. അപ്പൊ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April 1st മുതൽ അതുപോലെ തന്നെ March 31st വരെയാണ് ഒരു പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയർ റൺ ചെയ്യുക. അതായത് ബേസിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ബഡ്ജറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കറന്റ് ബഡ്ജറ്റിലെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്താണ്, 2025 April 1 മുതൽ 2026 March 31st വരെയുള്ള ഇയറിനെയാണ് കറന്റ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ നമ്മൾ കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈനാൻഷ്യൽ ഇയർ എന്താണ്, April 1st 2025 മുതൽ March 31st 2026 വരെയുള്ള ഫൈനാൻഷ്യൽ ഇയറിലാണ് നമ്മളിപ്പം
പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ കറന്റ് ഇയറിലെയും ഈ ഫൈനാൻഷ്യൽ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ആണ്. ആ ബഡ്ജറ്റ് 2025-26 റീസെന്റ് ബഡ്ജറ്റ് ആണ്. അപ്പം ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റഡ് റെസീപ്റ്റ്സും പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചറിന്റെയും ഒരു ഫൈനാൻഷ്യൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ബഡ്ജറ്റ് എന്ന് വിളിക്കുക. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിലേക്കാണ്. അപ്പം ഓരോ ബഡ്ജറ്റിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. എന്താണ്, ഈ പറയുന്ന ബഡ്ജറ്റ് ബേസിസിലാണ് ഗവൺമെന്റിന്റെ എല്ലാ എക്കണോമിക് പോളിസീസിന്റെയും ഫൈനാൻഷ്യൽ പ്ലാന്റെയും ഒരു ഓവറോൾ പിക്ചർ നമുക്ക് കിട്ടുക. അപ്പൊ ഗവൺമെന്റിന്റെ പോളിസീസ് ആണ് നമ്മളെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുക. നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ വളരെ മൾട്ടിപ്പിൾ ലെവലിൽ അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷനൽ ആയിട്ട് നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ പ്ലാൻ അല്ലെങ്കിൽ എക്കണോമിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് കൂടിയാണ് പലപ്പോഴും ഈ യൂണിയൻ ബഡ്ജറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബഡ്ജറ്റുകൾക്ക് വളരെ മീഡിയ അറ്റൻഷൻസ് കിട്ടാനുള്ള കാരണമാകുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഏറ്റവും കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിൽ നമുക്ക് എന്താണ്, ഗവൺമെന്റിന് മൊത്തമായിട്ടുള്ള വരുമാനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഈ കിട്ടിയ വരുമാനം ഗവൺമെന്റ് എങ്ങനെയായിരിക്കും യൂസ് ചെയ്യാൻ പോവുക. ഈ രണ്ട് ഇൻഫർമേഷനെയാണ് നമുക്കൊരു യൂണിയൻ ബഡ്ജറ്റിലൂടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടുക. മറ്റു പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ സാധിക്കും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവൺമെന്റിന്റെ മുഴുവൻ റിസോഴ്സസിൽ നിന്നുള്ള വരുമാനവും അതുപോലെ തന്നെ മുഴുവൻ ഈ റിസോഴ്സസിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ എങ്ങനെയായിരിക്കും ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുക. ഈ രണ്ട് ഇൻഫർമേഷൻ ആണ് നമുക്ക് ബഡ്ജറ്റിലൂടെ കിട്ടുക. ഇനി ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 112 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 112, അതായത് ഏതൊരു ഗവൺമെന്റ് പവറിൽ വന്നാലും ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്കുള്ള അവരുടെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിനെ അല്ലെങ്കിൽ അവരുടെ ഓവറോൾ ആയിട്ടുള്ള എക്കണോമിക് സ്ട്രാറ്റജിനെ ഈ പറയുന്ന പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 112 എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും പല PSC എക്സാംസിനും അതുപോലെ തന്നെ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും വളരെ കോമൺ ആയിട്ട് ആസ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിൾ ആണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 112 എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 112 എന്ന് പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾ 112 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ് ഫോർ ദി ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഏത് ഗവൺമെന്റ് ആയാലും, BJP ഗവൺമെന്റ് ആയാലും കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ മറ്റേത് പാർട്ടി കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഭരണത്തിൽ വന്നാലും അവരെന്ത് ചെയ്യണം, ആനുവൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിച്ചേ പറ്റൂ. ഈ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ എക്കണോമിക് പ്ലാനിങ്സ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നടത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇനി ഇതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, കറന്റ്ലി യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് February 1 യൂഷ്വൽ കേസസിൽ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആണ് ഈ പറയുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അപ്പം ഒരു 2017-18 കാലം മുതൽ എന്താണ് ഇപ്പം റീസെന്റ് വരെയുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് February 1 പക്ഷെ 2017-18 മുമ്പുള്ള സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ഈ ഫെബ്രുവരിയുടെ ലാസ്റ്റ് വീക്കിലായിരുന്നു. ഒരു കൊളോണിയൽ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് നമ്മൾ തുടർന്ന് വന്നതാണ്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കിനാണ് എന്ത് ചെയ്തിരുന്നത്, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 17-18 കാലഘട്ടം മുതൽ ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്, February 1 യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുക. അപ്പൊ ഇത് എന്തിനാണ് ഇത്രയും കൂടെ നേരത്തെ ആക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 അല്ലെ. അപ്പം ഫെബ്രുവരി മാർച്ച് അല്ലെങ്കിൽ ഒരു മന്തിന്റെ ഗ്യാപ്പ് മാത്രം, പ്രിപ്പറേഷൻ മാത്രമാണ് ഗവൺമെന്റിന് പലപ്പോഴും ഈ ബഡ്ജറ്റ് പ്രസന്റേഷന് ശേഷം അതിന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുക. അപ്പൊ കുറച്ചുകൂടെ ടൈം കിട്ടാൻ വേണ്ടിയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, February 1 ഈ ഒരു ബഡ്ജറ്റ് പ്രസന്റേഷൻ എന്ത് ചെയ്ത് നേരെയാക്കിയത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്താ, ഫെബ്രുവരി മുഴുവൻ നമുക്ക് കിട്ടും, മാർച്ച് കിട്ടുന്നു, പിന്നെ April 1 ഈ ബഡ്ജറ്റ് എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആവുക. ഓക്കെ, അപ്പം ഈ ഒരു ടൈം, അതായത് നമ്മൾ ഈ കാണുന്ന ഒരു പാർലമെന്റിലെ പ്രസന്റേഷൻ മാത്രമല്ല യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അതിന്റെ പുറകിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ ആ ബഡ്ജറ്റ് പ്രോസസ്സ് നമ്മൾ ഇനി ഈ വീഡിയോ തന്നെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണും. അപ്പം ഈ ബഡ്ജറ്റ് പ്രൊസീജിയേഴ്സ് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് ഒരു ടൈം കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് February 1 ഈ ഒരു ബഡ്ജറ്റ് പ്രസന്റേഷൻ എന്ത് ചെയ്തത്, ചേഞ്ച് ചെയ്തത്. അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞു, ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന മേജർ ആയിട്ടുള്ള 4 പോയിന്റുകൾ. ഒന്ന്, എന്താണ് ബഡ്ജറ്റ്, ഗവൺമെന്റിന്റെ പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് റെസീപ്റ്റ്സിനെയും കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അതൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്കാണ്. ആ ഫൈനാൻഷ്യൽ ഇയറിൽ April 1 മുതൽ
മാർച്ച് 31 വരെയാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 112 ആണ് ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുക. ഇനി അതുകൂടാതെ തന്നെ ഫെബ്രുവരി 1 എന്ത് ചെയ്യുക, ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുക. മുമ്പ് 17-18 കാലഘട്ടം മുതൽ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലാണ് ഒരു കൊളോണിയൽ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. അപ്പം ഈ ബഡ്ജറ്റ് പാസ് ചെയ്യുന്നതിന് മുമ്പ് ബഡ്ജറ്റ് എന്ത് ചെയ്യണം, ഈ ലോകസഭയിൽ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. അപ്പൊ ഏറ്റവും ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ബഡ്ജറ്റിന്റെ ഏതാണ്, ലോകസഭയിൽ ഈ പറയുന്ന ഫൈനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുക. അതൊരു ബഡ്ജറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഫൈനാൻസ് മിനിസ്റ്ററിന്റെ ഒരു സ്പീച്ചിലൂടെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബഡ്ജറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ബഡ്ജറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഏറ്റവും കാണുന്നതാണ് ബഡ്ജറ്റിന് 2 സൈഡുകളുണ്ട്, അല്ലെങ്കിൽ 2 ബഡ്ജറ്റ്, റവന്യൂ ബഡ്ജറ്റും ഉണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റും ഉണ്ടെന്ന് പറയാം. അപ്പൊ ഈ റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും ഇതിന്റെ മേജർ കോമ്പണന്റ് ആയിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോസിൽ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി പലപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റ്സ് ആണ്. അതായത് കമ്മിങ് ഫൈനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റ് റവന്യൂ എത്രയാണ്, കമ്മിങ് ഫൈനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിന് മുമ്പുള്ള ഫൈനാൻഷ്യൽ ഇയറിലെ ഏതാണ് അഗ്രഗേറ്റ്സും നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഏതാണ് ഏതൊരു ഏജൻസിയാണ് അല്ലെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം യൂണിയൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ബഡ്ജറ്റ് ഡിവിഷൻ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ ബഡ്ജറ്റ് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള നോഡൽ ഏജൻസി വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പലപ്പോഴും ഈ പറയുന്ന എക്സാംസിന് ചോദിക്കുന്നവരാണ്. ബഡ്ജറ്റ് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അപ്പൊ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലുള്ള ബഡ്ജറ്റ് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ഈ ഒരു ബഡ്ജറ്റ് പ്രസന്റേഷൻ നടക്കുക. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 112 മുതൽ ആർട്ടിക്കിൾ 117 വരെയുള്ള ആർട്ടിക്കിൾ. അപ്പൊ ഇതെല്ലാം ആർട്ടിക്കിൾ 112 മുതൽ ആർട്ടിക്കിൾ 117 വരെയുള്ള എല്ലാ ആർട്ടിക്കിൾസും എന്തിനെ കുറിച്ചാണ്, ഈ പാർലമെന്റിന്റെ ഈ ബഡ്ജറ്റ് പ്രസന്റേഷന്റെ പവറിനെ കുറിച്ചാണ് പറയുക. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ച പോലെ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 112 ആണ്. പിന്നെ അതുപോലെ തന്നെ പാർലമെന്റിന്റെ മറ്റ് ബഡ്ജറ്റ് റിലേറ്റഡ് പവേഴ്സിനെയാണ് ഈ പറയുന്ന 17 വരെയുള്ള എല്ലാ ആർട്ടിക്കിൾസും സംസാരിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊന്നാണ് എക്കണോമിക് സർവേ എന്ന് പറയുന്നത്. അതായത് ഒരു ബഡ്ജറ്റ് പ്രിപ്പറേഷന്റെ സമയത്ത് ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ബേസിക് ആയിട്ട് ഒരു ഗവൺമെന്റ് യൂസ് ചെയ്യുന്ന എക്കോണമിയുടെ A to Z ആയിട്ടുള്ള ഇൻഫർമേഷനെ കാണിക്കുന്ന ഒരു ബേസിക് ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ഒരു വളരെ ലാർജ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് എക്കണോമിയുടെ അനാലിസിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്കണോമിക് സർവേ എന്ന് വിളിക്കുക. അപ്പൊ ഫെബ്രുവരി 1 നമ്മൾ യൂഷ്വലി ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 1-2 ദിവസങ്ങൾക്ക് മുമ്പായിരിക്കും ഈ എക്കണോമിക് സർവേ എന്ന് പറയുന്ന ഡോക്യുമെന്റ് എന്ത് ചെയ്യുക, ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുക. നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ ചെല്ലാം, നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർനെറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട്, ക്രോമിൽ ചെന്ന് കഴിഞ്ഞിട്ട് എക്കണോമിക് സർവേ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോക്യുമെന്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് കാണിക്കാം. നിങ്ങൾ ഇവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ എക്കണോമിക് സർവേ 2024 and 25. അപ്പം നമ്മുടെ തൊട്ട് മുമ്പുള്ള ഫൈനാൻഷ്യൽ ഇയർ, അതായത് 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് 24-25, അതായത് ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ എക്കോണമിയുടെ A to Z കാര്യങ്ങളെ സംസാരിക്കുന്ന ഒരു എക്കണോമിക് ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്കണോമിക് സർവേ എന്ന് വിളിക്കുക. അപ്പം ഈ ഒരു സർവേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയുടെ എല്ലാ സെക്ടേഴ്സിനെ കുറിച്ചും, ഗവൺമെന്റ് പോളിസീസിനെ എല്ലാത്തിനെ കുറിച്ചും, ഇന്ത്യയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സെക്ടേഴ്സിനെ കുറിച്ച് എല്ലാ കുറിച്ചുള്ള A to Z ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പൊ പലപ്പോഴും നമ്മുടെ എക്കോണമിയുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എക്കണോമിക് സർവേ എന്ന് പറയുന്നത്. അപ്പം ഈ എക്കണോമിക് സർവേ ആണ് ഓരോ ബഡ്ജറ്റിന്റെയും എന്തെന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. അപ്പൊ എക്കണോമിക് സർവേയിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസിനെ യൂസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഈ പറയുന്ന ബഡ്ജറ്റ് പ്രസന്റേഷൻസിന്റെ 1-2 ദിവസം മുമ്പാണ് യൂഷ്വൽ കേസസിൽ എന്തിനെ പ്രസന്റ് ചെയ്യുക, എക്കണോമിക് സർവേനെ പ്രസന്റ് ചെയ്യുക. അപ്പോൾ എക്കണോമിക് സർവേ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇത് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഇത് പ്രസന്റ് ചെയ്യുക.
അപ്പൊ ഈ ഒരു ഡോക്യുമെന്റിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത് ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ചീഫ് അഡ്വൈസറുടെ ഗൈഡൻസോട് കൂടിയാണ് ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ എക്കോണമിയുടെ A to Z കാര്യങ്ങളെ കാണിക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ആനുവൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എക്കണോമിക് അഫയേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ ഇന്ത്യൻ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഡേറ്റയും നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? ഈ പറയുന്ന എക്കണോമിക് സർവേ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ റീസെന്റ് എക്കണോമിക് സർവേ എന്ന് പറയുന്നത് 24-25 എക്കണോമിക് സർവേ ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതാണോ റീസെന്റ് ഇയർ ഉള്ളത് ആ ഒരു പർട്ടിക്കുലർ ഇയറിലെ എക്കണോമിക് സർവേ റെഫർ ചെയ്യാൻ കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പം എല്ലാ ഈ പറയുന്ന ഇൻഡസ്ട്രി ആയാലും അഗ്രികൾച്ചർ ആയാലും മാനുഫാക്ചർ ആയിട്ടും എല്ലാ സെക്ടേഴ്സിന്റെയും കൃത്യമായിട്ടുള്ള ഗ്രോത്ത് റേറ്റുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത്, നിങ്ങൾ ലാസ്റ്റ് എക്കണോമിക് സർവേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് പ്രസന്റ് ചെയ്യുന്നത് ജൂലൈ 22, 2024 അതുപോലെ തന്നെ ലാസ്റ്റ് ബഡ്ജറ്റ് നിങ്ങൾ നോക്കിയാലും അത് പ്രസന്റ് ചെയ്യുന്നത് ഈ ജൂലൈ 24 അല്ലെങ്കിൽ 23 ആ ഡേറ്റ് ഈ എക്കണോമിക് സർവേക്ക് ശേഷമാണ് പ്രസന്റ് ചെയ്യുക. അപ്പൊ യൂഷ്വൽ കേസസിൽ എക്കണോമിക് സർവേ പ്രസന്റ് ചെയ്യുന്നത് ബഡ്ജറ്റിന് 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജൂലൈയിലാണ്. അപ്പം ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു, ജനറൽ കേസസിൽ ബഡ്ജറ്റ് പ്രസന്റേഷൻ നടക്കേണ്ടത് എപ്പോഴാണ്? ഫെബ്രുവരി 1 പക്ഷെ എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഇയർ, അതായത് 2024 ബഡ്ജറ്റും എക്കണോമിക് സർവേയും ജൂലൈയിൽ വന്നത്? അപ്പൊ ഇതിനുള്ള ആൻസർ ആണ് ഈ ജനറൽ എലക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം 2024 ജനറൽ എലക്ഷൻ ഉണ്ടായ ഇയർ ആണ്. അപ്പൊ ജനറൽ എലക്ഷൻ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ഇയറിൽ അവിടെ എന്ത് ചെയ്യാം, എലക്ഷൻ നടക്കുന്നത് ചിലപ്പോൾ ഫെബ്രുവരിക്ക് ശേഷമായിരിക്കാം. അപ്പം ഈ ഫെബ്രുവരിക്ക് ശേഷം എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ എലക്ഷന് ശേഷം പുതിയ ഗവൺമെന്റ് വരും. അപ്പം ഈ എലക്ഷന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം അല്ലെങ്കിൽ ഫെബ്രുവരി 1 ആ റൂളിംഗ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഒരു ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നു. ഈ ബഡ്ജറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻട്രീം ബഡ്ജറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ആ ബഡ്ജറ്റിനോടൊപ്പം തന്നെ എന്തും സംഭവിക്കും, എക്കണോമിക് സർവേയും അവര് ചിലപ്പോൾ ചില കേസസിൽ എക്കണോമിക് സർവേ പ്രസന്റ് ചെയ്യും. കഴിഞ്ഞ തവണ എക്കണോമിക് സർവേ അല്ല അവർ പ്രസന്റ് ചെയ്തത്, എക്കണോമിക് റിവ്യൂ എന്ന് പറഞ്ഞൊരു ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അവർ പ്രസന്റ് ചെയ്തത്. ഇനി ജൂലൈയിലാണ് ഒരു കംപ്ലീറ്റ് എക്കണോമിക് സർവേ അവര് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം 2024 എലക്ഷൻ നടന്നത് ഐ തിങ്ക് ഒരു ഫെബ്രുവരി, മെയ്, ജൂൺ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മാർച്ച്, ഏപ്രിൽ, ജൂൺ ആ ഒരു, അതായത് ഫെബ്രുവരിക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. അപ്പം ഈ ഫെബ്രുവരിക്ക് ശേഷം വന്നതുകൊണ്ട് തന്നെ ഫെബ്രുവരി 1 ആ സമയത്ത് ഉണ്ടായിരുന്ന ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക തന്നെ ചെയ്തു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻട്രീം ബഡ്ജറ്റ് എന്ന് വിളിക്കുക. ഇതിനുശേഷം പുതിയ എലക്ഷൻ അല്ലെങ്കിൽ എലക്ഷന് ശേഷം പുതിയതായിട്ട് വരുന്ന ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, പുതിയൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അതായിരിക്കും ഫുൾ ഫ്ലെഡ്ജ് ബഡ്ജറ്റ് അവതരിക്കുക. എല്ലാ സമയത്തും സെയിം പാർട്ടി തന്നെ അഗെയിൻ റൂളിംഗ് ആയിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഇനി സെയിം പാർട്ടി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിലും അവിടെ എന്ത് വരാം, അവിടുത്തെ പല പറയുന്ന മിനിസ്റ്റേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഒരു ജനറൽ എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ റൂൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഒരു പുതിയ ഗവൺമെന്റ് തന്നെയാണ്, അത് സെയിം പാർട്ടി ആണെങ്കിൽ പോലും. അപ്പം ഇങ്ങനെയുള്ള ജനറൽ എലക്ഷൻ ഇയേഴ്സിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഷോർട്ടർ അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് വരുന്നോടം വരെയുള്ള ബഡ്ജറ്റിനെയാണ് നമ്മൾ ഇൻട്രീം ബഡ്ജറ്റ് എന്ന് വിളിക്കുക. ഇനി ഫുൾ ഫ്ലെഡ്ജ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഏതാണ് ഫൈനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന എൻ്റെ ഫിസിക്കൽ ഇയേഴ്സിലേക്കുള്ള ബഡ്ജറ്റിനെയാണ് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് ബഡ്ജറ്റ് അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് എന്ന് വിളിക്കുക. അപ്പം 2024 നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് 2 ബഡ്ജറ്റ് കാണാൻ പറ്റും. ഫെബ്രുവരി 1 ഒരു ഇൻട്രീം ബഡ്ജറ്റും അതുപോലെ തന്നെ ജൂലൈയിൽ 24 എന്താണ് ഒരു ഫുൾ ഫ്ലെഡ്ജ് ബഡ്ജറ്റും പ്രസന്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജൂലൈയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഗവൺമെന്റ് ഒരു എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഫെബ്രുവരി ബഡ്ജറ്റിലെ ഇൻട്രീം ബഡ്ജറ്റിന് തൊട്ട് മുമ്പായിട്ട് ഒരു എക്കണോമിക് റിവ്യൂ എന്ന് പറഞ്ഞൊരു ഷോർട്ടർ ഡോക്യുമെന്റും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് ഈ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക, എന്താണ് ഇൻട്രീം ബഡ്ജറ്റ്, ഫുൾ ഫ്ലെഡ്ജ് ബഡ്ജറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് ഈ ബഡ്ജറ്റിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ബഡ്ജറ്റ് ഫോർ റെയിൽവേസ് എന്ന് പറയുന്നത്. അതായത് 2017 മുമ്പ് യൂണിയൻ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും രണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും വാർത്തയിലൊക്കെ കാണുന്നതാണ്, കേന്ദ്രം എന്ത് ചെയ്തു, കേരളത്തെ അവഗണിച്ചു, കേരളത്തിന് ആവശ്യത്തിനുള്ള പുതിയ ട്രെയിനുകളൊന്നും അലോക്കേറ്റ് ചെയ്തില്ലെന്നൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ എവിടെയാണ്, റെയിൽവേ ബഡ്ജറ്റിൽ വരിക. പക്ഷെ 2017 ശേഷം ഈ പറയുന്ന നീതി ആയോഗിന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് ഈ 2 ബഡ്ജറ്റുകളുടെയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പൈൻ ചെയ്തിട്ടുണ്ട്. കറന്റ് എന്താണ്, യൂണിയൻ ബഡ്ജറ്റിനോടൊപ്പം തന്നെയാണ് ബഡ്ജറ്റ് ഫോർ റെയിൽവേസും എന്ത് ചെയ്തിരിക്കുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. അതൊരിക്കലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ട് കറന്റ് പ്രസന്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അത് സെപ്പറേറ്റ് ആയിട്ട്
പ്രസന്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. പലപ്പോഴും ഈ പറയുന്ന ബഡ്ജറ്റ് ബേസിക്സിൽ, അത് ഏറ്റവും മിനിമം ബേസിക്സ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് യൂണിയൻ ബഡ്ജറ്റ്? ഫിസിക്കൽ ഇയർ എന്താണ്? അതായത് ഫിസിക്കൽ ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെയാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് റെസീപ്റ്റ്സിനെയും പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചറിനെയും കാണിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ് ആണ്. ആർട്ടിക്കിൾ 112 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുക. 112 മുതൽ 117 വരെയുള്ള ആർട്ടിക്കിൾസ് എല്ലാം പാർലമെന്റിന്റെ ഈ ബഡ്ജറ്റ് അധികാരത്തെയാണ് കാണിക്കുക. ദെൻ അതുപോലെ തന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഈ പറയുന്ന ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുക. ഫെബ്രുവരി 1 കറന്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിനായിരുന്നു പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു കൊളോണിയൽ പ്രാക്ടീസസിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ കറന്റ് എന്താണ്, ഫെബ്രുവരി 1 തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ലോകസഭയിലാണ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുക. ഇനി അതുകൂടാതെ ക്യാപിറ്റൽ ബഡ്ജറ്റും അതുപോലെ തന്നെ റവന്യൂ ബഡ്ജറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ബഡ്ജറ്റ് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ദെൻ അത് കൂടാതെ തന്നെ എക്കണോമിക് സർവേനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ബഡ്ജറ്റിന്റെ ബേസിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങളെയാണ് എക്കണോമിക് സർവേ കാണിക്കുക. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്, അണ്ടർ ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ ഗൈഡൻസോട് കൂടിയാണ്. അപ്പൊ ചീഫ് അഡ്വൈസറുടെ പേരൊക്കെ ഒന്ന് നോക്കി വെക്കുക കൃത്യമായിട്ട്. ദെൻ ഇനി നമുക്ക് കാണേണ്ടത് ഏതാണ്, ഇൻട്രീം ബഡ്ജറ്റും അതുപോലെ തന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ബഡ്ജറ്റും. അപ്പൊ ഇൻട്രീം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ ഇയേഴ്സിൽ സംഭവിക്കുന്നതാണ്. ഫുൾ ഫ്ലെഡ്ജ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫുൾ ഫിസിക്കൽ ഇയേഴ്സിലേക്കുള്ള ബഡ്ജറ്റ് ആണ്. ജനറൽ ഇലക്ഷൻ ഇയേഴ്സിൽ ഒരു താൽക്കാലിക ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻട്രീം ബഡ്ജറ്റ് എന്ന് വിളിക്കുക. ദെൻ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫോർ റെയിൽവേസും ജനറൽ ബഡ്ജറ്റും കറന്റ് ഒന്നിച്ച് തന്നെയാണ് പ്രസന്റ് ചെയ്യുക. പണ്ട് കാലങ്ങൾ അത് സെപ്പറേറ്റ് ആണ് പ്രസന്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ബഡ്ജറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബഡ്ജറ്റ് പ്രോസസ്സിന്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്. നമ്മൾ പലപ്പോഴും മീഡിയയിൽ കാണുന്നത് എന്താണ്, ഫൈനാൻസ് മിനിസ്റ്ററിന്റെ സ്പീച്ച് മാത്രമാണ്. പക്ഷെ ഒരു സ്പീച്ചോട് കൂടി അല്ല ഈ പറയുന്ന ബഡ്ജറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ബഡ്ജറ്റ് പ്രോസസ്സിന് അവിടെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ആ സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ഒരു ഹയർ ലെവൽ രീതിയിൽ അല്ലെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് രീതിയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് ബഡ്ജറ്റ് പ്രസന്റേഷൻ ഇൻ ദി പാർലമെന്റ്. അപ്പൊ പാർലമെന്റിൽ ബഡ്ജറ്റ് പ്രസന്റേഷൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജസിനെ അറേഞ്ച് ചെയ്യുക. ഏതൊക്കെ തന്നിട്ടുണ്ട്, പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ്, ജനറൽ ഡിസ്കഷൻ, വോട്ടിംഗ് ഫോർ ഡിമാൻഡ് ഫോർ ഗ്രാന്റ്, സ്ക്രൂട്ടണി ബൈ ദ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി, പാസിംഗ് ഓഫ് അപ്രോപ്രിയേഷൻ ബില്ല്. പക്ഷെ ഇതെന്താണ്, കൃത്യമായിട്ടുള്ള ഓർഡറിലല്ല തന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഓർഡറിനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് ഈ ഒരു ബഡ്ജറ്റ് പ്രോസസ് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ബഡ്ജറ്റിന്റെ ഓരോ സ്റ്റേജസ്, ബഡ്ജറ്റ് പ്രോസസ്സിന്റെ ഓരോ സ്റ്റേജസ് ഇവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, യൂണിയൻ ബഡ്ജറ്റ് ഈസ് പ്രസന്റഡ്. അപ്പം ഒരു ബഡ്ജറ്റ് പ്രോസസ്സിലെ ഏറ്റവും ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് മാത്രമാണ് ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റീസെന്റ് ബഡ്ജറ്റ് 2025 യൂണിയൻ ബഡ്ജറ്റ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി 1 ഏതാണ്, ഫൈനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്തു, നിർമ്മല സീതാറാം എന്ത് ചെയ്തു, ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ പലപ്പോഴും നമ്മൾ മീഡിയയിലൂടെ കാണുന്നത് ഇതാണ്, ഒരു ദിവസം മുഴുവനുള്ള ഒരു ഭയങ്കര കവറേജ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു സ്പീച്ച് ആണ് ഈ പറയുന്ന യൂണിയൻ മിനിസ്റ്ററുടെ ബഡ്ജറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ പ്രസന്റേഷൻ നടക്കുന്നത് എന്താണ്, ഈ മിനിസ്റ്ററുടെ ബഡ്ജറ്റ് സ്പീച്ചോട് കൂടിയാണ്. അപ്പൊ ഈ ബഡ്ജറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ബഡ്ജറ്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് പ്രോസസ് ആണ്. ഈ പറയുന്ന സ്പീച്ചിന് അല്ല ബഡ്ജറ്റ് പ്രസന്റേഷന് ശേഷം നടക്കുന്ന രണ്ടാമത്തതാണ് ജനറൽ ഡിസ്കഷൻ ഓൺ യൂണിയൻ ബഡ്ജറ്റ് ഇൻ ബോത്ത് ലോകസഭ ആൻഡ് രാജ്യസഭ. അപ്പൊ രണ്ട് സഭകളിലും ഈ പറയുന്ന പ്രസന്റ് ചെയ്ത ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ജനറൽ ഡിസ്കഷൻ നടക്കും. അപ്പൊ ഓപ്പോസിഷൻസ് എന്ത് ചെയ്യാം, ഈ പറയുന്ന ബഡ്ജറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ആർക്ക് വേണമെങ്കിലും ഈ ബഡ്ജറ്റിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കുന്ന ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നു, അതിനുശേഷം ജനറൽ ഡിസ്കഷൻ ആണ് ലോകസഭയിലും രാജ്യസഭയിലും. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു ബ്രേക്ക് എടുക്കുന്നു. അതായത് ഈ പറയുന്ന ഹൗസസ് എന്ത് ചെയ്യുന്നു, ഒരു ബ്രേക്ക് എടുക്കുന്നു. ആ ബ്രേക്കിന്റെ സമയത്ത് അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ക്രൂട്ടനൈസ് ദ ഇൻഡിവിജ്വൽ മിനിസ്ട്രീസ് ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ്. അപ്പൊ ഈ ബഡ്ജറ്റിൽ എന്ത് ചെയ്യുന്നു, ഓരോ മിനിസ്ട്രീസും അവർക്ക് ആവശ്യമുള്ള ഗ്രാന്റ്സിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒഫീഷ്യൽസ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു,
ഈ പറയുന്ന ഡിമാൻഡ് ഫോർ ഗ്രാൻസിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നു. എങ്ങനെയാണ് ഇത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ളതാണോ എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നടക്കുന്നു. അപ്പം ഈ ഒരു ബ്രേക്കിന്റെ സമയത്താണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പം പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ്, ജനറൽ ഡിസ്കഷൻ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫോർ ഗ്രാൻസിനെ എന്ത് ചെയ്യുന്നു, സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു. സ്ക്രൂട്ടനൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അഗെയിൻ യൂഷ്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്കഷൻ വരുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഇൻഡിവിജ്വൽ മിനിസ്ട്രീസിന് അല്ലെങ്കിൽ സർട്ടൈൻ മിനിസ്ട്രീസിന്റെ ഗ്രാൻസിനുള്ള ഡിമാൻഡ്സിനെ വോട്ടിംഗ് ചെയ്യുന്നു. വോട്ടിംഗ് നടക്കണം. അപ്പൊ ഈ വോട്ടിംഗ് നടന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിനെ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് പാർലമെന്റ് പാസ്സാക്കണം അല്ലെ, പാർലമെന്റ് ബഡ്ജറ്റിനെ പാസ്സാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഈ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് നടത്താൻ സാധിക്കുള്ളൂ. ഈ പാസ്സാക്കാൻ ഈ വോട്ടിംഗ് നടക്കുമ്പോൾ പലപ്പോഴും എന്താണ്, റൂളിംഗ് പാർട്ടിക്കായിരിക്കും മജോറിറ്റി, ഓട്ടോമാറ്റിക്കലി അത് പാസ്സാകും. പക്ഷെ ചില സിറ്റുവേഷൻസ് വരാറുണ്ട്, ബഡ്ജറ്റ് പാസ്സാകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ആദ്യത്തെ പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ്, ബഡ്ജറ്റിന് ശേഷം ഡിസ്കഷൻ, ജനറൽ ഡിസ്കഷൻ, അതിനുശേഷം സ്ക്രൂട്ടണി ബൈ ദ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതിനുശേഷം എന്താണ്, വോട്ടിംഗ് ഫോർ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്. ദെൻ അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ ഗ്രാൻസ് ഫോർ റിമൈനിങ് മിനിസ്ട്രീസ്, ചില മിനിസ്ട്രീസ് അഡീഷണൽ ഇത് വേണമെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാം, അവിടെ തന്നെ ഈ വോട്ടിങ്സ് നടത്താം. അത് എല്ലായ്പ്പോഴും നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് എന്താ രണ്ടിനെ ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് വോട്ടിംഗ് ഓൺ ഈ ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്ന് പറയാം. ദെൻ ഏറ്റവും അവസാനത്തെ പ്രോസസ് ആണ് അപ്രോപ്രിയേഷൻ ആൻഡ് ഫൈനാൻഷ്യൽ ബിൽ പാസ്ഡ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയിക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് അപ്രോപ്രിയേഷൻ ബില്ല്, ഫൈനാൻസ് ബില്ലിൽ അതിലേക്ക് വരാം. ഏറ്റവും ആദ്യത്തെ എന്താണ്, പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ് ആണ്. ഞാൻ നിങ്ങൾ കൃത്യമായിട്ട് ആ പ്രോസസ്സ് പഠിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ നമ്മൾ പറയുന്നത്. ഏതാണ് പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ്, ജനറൽ ഡിസ്കഷൻ, സ്ക്രൂട്ടണി ബൈ ദ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി, വോട്ടിംഗ് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്. അപ്പൊ രണ്ട് പ്രോസസ്സിനെയും വോട്ടിംഗ് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്ന് നമുക്ക് പറയാം. ദെൻ അതിനുശേഷമാണ് ഈ അപ്രോപ്രിയേഷൻ ബില്ലും ഫൈനാൻസ് ബില്ലും പാസ്സാക്കുന്നത്. അപ്പൊ എന്താണ് ഈ അപ്രോപ്രിയേഷൻ ബില്ല് എന്നുള്ളത് നമുക്ക് പഠിക്കണം. അപ്പൊ ഒരു ബഡ്ജറ്റിലെ അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത്, നമുക്കറിയാം ഗവൺമെന്റിന്റെ എല്ലാ വരുമാനത്തെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന അക്കൗണ്ടിനെയാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് വിളിക്കുക. അതുകൂടാതെ കണ്ടിജൻസി ഫണ്ട് ഉണ്ട്, പബ്ലിക് അക്കൗണ്ട് ഉണ്ട്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റിന് കിട്ടുന്ന ഗവൺമെന്റിന്റെ വരുമാനത്തെയാണ്, എല്ലാ രീതിയിലുള്ള, അത് ടാക്സ്, നോൺ ടാക്സ് റവന്യൂ, ഇങ്ങനെയുള്ള എല്ലാ വരുമാനത്തെയും കൂടെ ചേർക്കുന്ന അക്കൗണ്ടിനെയാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് വിളിക്കുക. അപ്പൊ ഏതൊരു പാർട്ടി അല്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഒരു ഫണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, പാർലമെന്റിന്റെ അംഗീകാരം വേണം, അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയാൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് കൂടിയാണ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന പാർലമെന്റ് ഈ പറയുന്ന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഒരു ഗവൺമെന്റ് ഫണ്ട് വിഡ്രോ ചെയ്യാൻ അവരെ പവർ കൊടുക്കുന്ന ആ ഒരു ബില്ലിനെ അല്ല, അതിനുവേണ്ടി അവരെ അവതരിപ്പിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ബില്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നോക്കുക. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ദാറ്റ് നോ മണി ഷാൽ ബി വിഡ്രോൺ ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ except under appropriation made by law in a budgetary process. This means that in order to enable the union government to withdraw money from the consolidated fund of India under the demand for grants approved by it, the parliament need to enact a corresponding appropriation bill. അപ്പം ഈ പറയുന്ന ഡിമാൻഡ് ഫോർ ഗ്രാൻസ് അവിടെ നടക്കുന്നു, അതിനു വേണ്ടിയുള്ള വോട്ടിംഗ് നടക്കുന്നു. അത് ആ വോട്ടിംഗിൽ പാസ്സാക്കുന്ന ആ ഒരു ബില്ലിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ ഈ അപ്രോപ്രിയേഷൻ ബില്ലിലൂടെ മാത്രമാണ് ഒരു റൂളിംഗ് പാർട്ടിക്ക് അല്ലെങ്കിൽ റൂളിംഗ് ഗവൺമെന്റിന് ഈ പറയുന്ന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്യാനുള്ള അധികാരം കിട്ടുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി റൂളിംഗ് പാർട്ടിയുടെ ആയിരിക്കും മെജോറിറ്റി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സുഖമായിട്ട് പാസ് ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതാണ് ഫൈനാൻസ് ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ ഫൈനാൻസ് ബില്ല് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പല ടാക്സുകളും എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ടാക്സുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നു അതിന്റെ റേറ്റിലോ, അത് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ഇൻകം ടാക്സ് റേറ്റുകൾ വ്യത്യാസം ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ GSTയുടെ റേറ്റുകൾ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല റേറ്റുകളിലും ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് അല്ലെങ്കിൽ ടാക്സാഷൻ പ്രൊസീജിയേഴ്സിൽ ഉണ്ടാകുന്ന ഡിഫറൻസും എന്ത് ചെയ്യണം, നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെന്റ്മെന്റ് വഴി മാത്രമാണ് സാധിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പുതിയ ബില്ല് ഈ പറയുന്ന പാർലമെന്റിൽ അവതരിപ്പിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ഇങ്ങനെ പറയുന്ന ബഡ്ജറ്ററി പ്രോസസ്സിലൂടെ ഈ ടാക്സിലെ ലീഗൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ അമെന്റ്മെന്റ്സിനെ റിക്വയർ ചെയ്യുന്ന ബില്ലുകളെയാണ് നമ്മൾ ഫൈനാൻസ് ബില്ല് എന്ന് വിളിക്കുക. അപ്പൊ അപ്രോപ്രിയേഷൻ ബില്ലാണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. ഫൈനാൻസ് ബില്ല് ആണെങ്കിൽ എന്താണ്, ഈ ടാക്സാഷൻ ചേഞ്ചസിൽ, ടാക്സ് റേറ്റുകളിൽ, പ്രപ്പോസ്ഡ് ടാക്സസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ വരേണ്ട ലീഗൽ അമെന്റ്മെന്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഫൈനാൻസ് ബില്ല് എന്ന് വിളിക്കുക. അപ്പം ഇങ്ങനെ ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഒരു ബഡ്ജറ്റ് കടന്നത്. അപ്പൊ ഈ പ്രോസസ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ടൈം വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഫെബ്രുവരി 1 എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ബഡ്ജറ്റിനെ നേരത്തെ ആക്കിയത്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള
അനാലിസിസ് സ്റ്റഡീസ് നടക്കാൻ വേണ്ടി. അപ്പം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ്, ജനറൽ ഡിസ്കഷൻ, സ്ക്രൂട്ടണി ബൈ ദ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി, വോട്ടിംഗ് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്, പാസിംഗ് ഓഫ് അപ്രോപ്രിയേഷൻ ബില്ല്, പാസിംഗ് ഓഫ് ഫൈനാൻസ് ബില്ല്. വേണമെങ്കിൽ ഇതിന് രണ്ടിനെയും കൂടെ ഒന്നിച്ച് പറയാം. ഇപ്പൊ ഇത്രയും പ്രോസസ്സുകളാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ്. അപ്പം ജനറൽ ഡിസ്കഷന് ശേഷമാണ് സ്ക്രൂട്ടണി ബൈ ദ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി, വോട്ടിംഗ് ഫോർ ഡിമാൻഡ് ഫോർ ഗ്രാൻസും വരിക. അത് മാത്രം ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ആ ക്വസ്റ്റനിലേക്ക് വരാം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് ബഡ്ജറ്റ് പ്രസന്റേഷൻ ഇൻ ദ പാർലമെന്റ്. പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ്, general discussion, voting on demand for grants, scrutiny by the departmental committee, passing of appropriation bill. Select the correct answer using the code given below. നമുക്ക് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജ് ഏത് തന്നെയാണ്? പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ജനറൽ ഡിസ്കഷൻ ആണ്. തേർഡ് സ്റ്റേജ് എന്താണ്? സ്ക്രൂട്ടണി ബൈ ദ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി ആണ്. അപ്പൊ 2 കഴിഞ്ഞാൽ എന്താണ് വരണ്ടേ? 4 വരണ്ടേ. അതിനുശേഷമാണ് വോട്ടിംഗ് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻസ് വരിക. ലാസ്റ്റ് ആണ് പാസിംഗ് ഓഫ് അപ്രോപ്രിയേഷൻ ബില്ലും ഫൈനാൻസ് ബില്ലും രണ്ടും വരും. പാസിംഗ് ഓഫ് അപ്രോപ്രിയേഷൻ ബില്ല് ആൻഡ് ഫൈനാൻസ് ബില്ല് വരും. അപ്പം ഇതാണ്. അപ്പം 1, 2, 4, 3 and 5. 1, 2, 4, 3 and 5. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായെന്ന് സാധിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്പർ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ബഡ്ജറ്റിലെ മേജർ ആയിട്ടുള്ള ടേംസുകളാണ്. ഇപ്പൊ ഒരു ബഡ്ജറ്റ് ഡോക്യുമെന്റ് കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ, അത് എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ ഇയറിലും നിങ്ങൾ ബഡ്ജറ്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, യൂണിയൻ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ്, അതായത് റീസെന്റ് ബഡ്ജറ്റിന്റെ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞ 2025-26 ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യുക. ആ ഡോക്യുമെന്റിൽ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബഡ്ജറ്റ് ഗ്ലാൻസിൽ എന്താ? റവന്യൂ റിസീവ്സ് എത്ര, ക്യാപിറ്റൽ റിസീവ്സ് എത്ര, എക്സ്പെൻഡിച്ചർ എത്ര, ദെൻ അതുപോലെ തന്നെ റുപ്പീസ് കം ഫ്രം, റുപ്പീസ് ഗോസ് ടു, ഇങ്ങനെ കുറെ ഡോക്യുമെന്റ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്ലാസ്സിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ പഠിക്കേണ്ടത് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടേംസുകളുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ടേംസുകൾ എടുത്തു നോക്കിയാൽ എന്താ? ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുണ്ട്, ആക്ച്വൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് മീൻ ചെയ്യാന്നുള്ളതാണ് നമുക്ക് അടുത്തത് പഠിക്കേണ്ടത്. അപ്പൊ 1 by 1 ആയിട്ട് ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യത്തെ എന്താണ്? ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ആണ്. അപ്പൊ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് മീൻ ചെയ്യുന്നത് എന്താ? The budget estimates of receipts and expenditure for the upcoming financial year. വരാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഇയറിലെ ഏതാണ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് കാണിക്കുക. അതായത് എക്സ്പെക്ടേഷൻ എത്രയാണ്, എക്സ്പെക്ടഡ് റെസീപ്റ്റ്സ് എത്രയാണ്, എക്സ്പെക്ടഡ് റവന്യൂ എത്രയാണ്, അതിനെയാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കാണിക്കുക. അപ്പം 25-26 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും എന്താ? ഗവൺമെന്റ് ഇനി എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? എക്സ്പെൻഡിച്ചർ, അടുത്ത വരാൻ പോകുന്ന ഈ ഫൈനാൻഷ്യൽ ഇയറിലെ എക്സ്പെക്ട് ചെയ്യുന്ന ഏതാണ്? എക്സ്പെൻഡിച്ചർ റെസിപ്റ്റ്സിനെയാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് കാണിക്കുക. ഇനി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് ഫൈനാൻഷ്യൽ ഇയർ. അപ്പൊ ഇവിടെ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് February 1 അല്ലെ? അപ്പൊ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April 1 മുതൽ March 31 വരെയാണ്. അതിനർത്ഥം ഒരു പട്ടയം, അതായത് 25-26 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഏത് ഫൈനാൻഷ്യൽ ഇയറില? 24-25 ഫൈനാൻഷ്യൽ ഇയറിലല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നമുക്കറിയാം ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്, February 1 അപ്പം ഒരു ഫൈനാൻഷ്യൽ ഇയർ തീരണമെങ്കിൽ April 1 മുതൽ March 31 വരെ ഉണ്ട്. അപ്പം ഈ കറന്റ് ഇയറിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. അവതരിപ്പിക്കുന്നത് എന്താണ്? 24-25 ഫൈനാൻഷ്യൽ ഇയറിലാണ് 25-26 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പം ഈ കറന്റ് ഫിസിക്കൽ ഇയറിലെ റെസീപ്റ്റ്സിനെ എക്സ്പെൻഡിച്ചറിനെയാണ് എവിടെ കാണുക? റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സിൽ കാണിക്കുക. കറന്റ് ഫിസിക്കൽ ഇയർ, അതായത് കറന്റ് ബഡ്ജറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്താ? 24-25 ആ ഒരു എസ്റ്റിമേറ്റ്സിനെയാണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ആ ഒരു ചെലവിനെ കണക്കിനെയാണ് എന്ത് കാണിക്കുക? റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഇനി ആക്ച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇയർ കാണും അല്ലെ? 24-25 കംപ്ലീറ്റ് ആയിട്ടില്ല 25-26 ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഓൾറെഡി കംപ്ലീറ്റ് ആയതാ 23-24 ഫൈനാൻഷ്യൽ ഇയറും ഫുള്ളി കംപ്ലീറ്റ് ആയിരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്ച്വൽസ് എന്ന് വിളിക്കുക. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട. നിങ്ങൾക്ക്
കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക 25-26 അപ്കമിങ് ഫൈനാൻഷ്യൽ ഇയർ. അപ്പൊ അതിനെയാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അവർ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ റെസീപ്സിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് എമൗണ്ട് വരിക. ക്യാപിറ്റൽ റെസീപ്സിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവർ അടുത്ത വർഷം അവർക്ക് ക്യാപിറ്റൽ റെസീപ്സ് ആയിട്ട് കിട്ടാം. ടോട്ടൽ റെസീപ്സ് ടോട്ടൽ അവർക്ക് ഗവൺമെന്റിന് കിട്ടുന്ന ഏകദേശം ഇത്രയും കോടിയാണ് അവർക്ക് കിട്ടുക. ഇതാണ് അതിന്റെ എക്സ്പെൻഡിച്ചറിന്റെ കണക്ക് ഇവിടെ തന്നിട്ട് അത് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഫൈനാൻഷ്യൽ ഇയറിൽ. ഇനി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം February 1 ഈ വർഷം February 1 എന്ന് പറയുമ്പോൾ അതെന്താ 24-25 കണക്കുകളാണ്. അതായത് ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിലാണ് അത് പ്രസന്റ് ചെയ്യുക. അതായത് റീവൈസ്ഡ് 24-25 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എന്തുണ്ടായിരുന്നു, അവർ പറഞ്ഞിരിക്കുന്ന ഒരു റേറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കറന്റ്ലി ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ചില ഡിഫറൻസ് വരാം. ഇത് ഇവിടെ നോക്കാം, റവന്യൂ റെസീപ്സിന്റെ കാര്യം നോക്കാം. റവന്യൂ റെസീപ്സ് എന്ന് പറയുന്ന എക്സ്പെക്ട് ചെയ്തത് 31 സംതിങ് ആണ്, ആ ഒരു റേറ്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ അത്രയും വന്നില്ല, എത്ര 30 സംതിങ്ങേ വന്നിട്ടുള്ളൂ. അതെന്താ, ചേഞ്ചസ് വരാം. ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ ആക്ച്വലി നടക്കണം എന്ന് നിർബന്ധമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഈ റിവൈസ് എന്ന് പറയുന്നത് ചേഞ്ച്. ഇപ്പൊ ഇനി അടുത്ത ബഡ്ജറ്റ് 26-27 ബഡ്ജറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇത് തന്നെ ആകണം എന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ കൂടാൻ കുറയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ 24-25 അതായത് ലാസ്റ്റ് ഇയറിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് ഇതായിരുന്നു ഇവിടുത്തെ എക്സ്പെക്ട് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് വന്ന ചേഞ്ചസിനെയാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 23-24 ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇയർ. അപ്പൊ അതിന്റെ റേറ്റുകളെയാണ് നമ്മൾ ആക്ച്വൽസ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അപ്കമിങ് ഫൈനാൻഷ്യൽ ഇയറിലെ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് ഫൈനാൻഷ്യൽ ഇയറിലെ ഏതാണ് ഡേറ്റയാണ് കാണിക്കുക. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ ഏതാണ് റെസീപ്സിനെ എക്സ്പെൻഡിച്ചറിനെയാണ് ആക്ച്വൽസ് കാണിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുന്ന് പഠിക്കേണ്ടത്. അപ്പൊ ആക്ച്വൽസ് എന്ന് പറയുന്നത് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇയർ. അപ്പൊ നിങ്ങളൊന്ന് ഇവിടെ ഇനി ആലോചിച്ച് നോക്കണം, എന്തായിരിക്കും അടുത്ത വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആക്ച്വൽസ് എത്രയാണ്, റിവൈസ്ഡ് എത്രയാണ്, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എത്രയാണെന്നുള്ളത് കാണിക്കാം. അപ്പൊ ലാസ്റ്റ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് കാണിക്കുക. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ഇത് തന്നെ ആകണം. അതായത് ടോട്ടൽ റെസീപ്റ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് നോക്കുമ്പോൾ ഇത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതിനെ കാണിക്കാൻ വേണ്ടിയാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ബഡ്ജറ്റിൽ 25-26 കാണിക്കാൻ പോവാം. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ഇയറുകളുടെ കണക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കാം, ഞാൻ വളരെ ഷോർട്ട് ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ കറന്റ് ബഡ്ജറ്റിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 25-26 ആണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 24-25 ആണ്. ആക്ച്വൽസ് എന്ന് പറയുന്നത് 23-24 ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഒരു ഇതൊന്ന് വായിച്ചു നോക്കുക. ഈ പറയുന്ന നമ്മുടെ ടേംസ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ ഇനി ഇതോടൊപ്പം നമുക്ക് ഇനി ബഡ്ജറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് കോമ്പണൻസ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോമ്പണൻസിൽ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ് റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പം ബഡ്ജറ്റിന് രണ്ട് സബ് പോർഷൻസ് ആണുള്ളത്, റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. റവന്യൂ ബഡ്ജറ്റിൽ റവന്യൂ റിസീപ്റ്റ്സ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 1-2 വീഡിയോ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഇന്ത്യൻ എക്കോണമിയിലും അതുപോലെ തന്നെ പബ്ലിക് ഫിനാൻസിലും കമ്പൈൻ ചെയ്ത് വരുന്ന ഏരിയ ആണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും വളരെ യൂഷ്വൽ ആയിട്ട് ചോദിക്കുന്ന കുറെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ബഡ്ജറ്റ് ഇൻഫർമേഷൻ ആണ് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് ഇൻഫർമേഷൻ, അതായത് എന്താണ് ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകൾ, ഇനി അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്രോസസ്സ്, എക്കണോമിക് സർവേ, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന കോമ്പണൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. കാറ്റോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ
എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.